ഹലോ എവരിവൺ. നമുക്ക് ഇന്ന് പൈത്തൺ ക്ലാസ്സിൽ കാണേണ്ടത് ഫയൽ ഓപ്പറേഷൻസിനെ കുറിച്ചുള്ളൊരു പാർട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പൈത്തണിലെ ഫയലെന്നും എന്തൊക്കെ തരം ഫയലാണ്, ടെക്സ്റ്റ് ഫയൽസ്, ബൈനറി ഫയൽസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കാണേണ്ടത് ഹൗ ഡു യു ഓപ്പൺ എ ഫയൽ. ഓക്കെ, എൻ എക്സ്റ്റേണൽ ഫയൽ. നമ്മൾ പൈത്തൺ ഫയലിൻ്റെ കാര്യമല്ല പറയണത്, ഒരു ടെക്സ്റ്റ് ഫയൽ. ഓക്കെ, പൈത്തണിൽ എങ്ങനെ ഓപ്പൺ ചെയ്യാന്നുള്ള കാര്യമാണ് നമുക്ക് ഇന്ന് കാണാനുള്ളത്. അപ്പോൾ നമ്മൾ മുമ്പ് ക്ലാസ്സിൽ കണ്ടത് വിൽ ഹാവ് എ റീക്യാപ്പ്. പൈത്തൺ പ്രൊവൈഡ് സം ബേസിക് ഫങ്ഷൻസ് ആൻഡ് മെത്തേഡ്സ് ദാറ്റ് ആർ നെസസറി ടു മാനിപ്പുലേറ്റ് ഫയൽസ്. അതായത് ടെക്സ്റ്റ് ഫയലും ബൈനറി ഫയൽസും മാനിപ്പുലേറ്റ് ചെയ്യാൻ കുറച്ച് വഴി ഇപ്പം നമുക്ക് പൈത്തൺ നമുക്ക് തരും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന പോലെ ഒരു ഫയൽ ഒബ്ജക്റ്റ് എന്നുള്ള കാര്യമാണ് പൈത്തൺ നമുക്ക് കാണാനുള്ളത്. ഓക്കെ, അപ്പോൾ ഫയൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വേരിയബിൾ എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഇതെന്താ ചെയ്യുക, ഈ ഫയൽ ഒബ്ജക്റ്റിലാണ് നമ്മൾ ഈ ഫയലിൻ്റെ പേര് സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ പെർഫോം ഫയൽ ഓപ്പറേഷൻസ്. അപ്പോൾ അതുപോലെ തന്നെ ഫയൽ ഓപ്പൺ ചെയ്യാനായിട്ട് വി ഹാവ് എ ബിൽറ്റ് ഇൻ ഓപ്പൺ ഫംഗ്ഷൻ. ഓക്കെ, ടു ഓപ്പൺ ഫയൽ ഫ്രം എ ഫോൾഡർ ഓർ എ ഡയറക്ടറി. നമ്മൾ സാധാരണ ഫോണിൽ അതുപോലെ തന്നെ ലാപ്ടോപ്പിലൊക്കെ ഫോൾഡേഴ്സിലാണ് ഫയൽസ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഒരു പ്രത്യേക ഡയറക്ടറിയിലെ ഫയൽ തുറക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, വിൽ യൂസ് എ ഓപ്പൺ ഫംഗ്ഷൻ. ഓക്കെ, so two arguments that are mainly needed for the open function is the file name and the opening mode. ഇത് രണ്ട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതായത് നമ്മൾ പൈത്തണിൽ നമ്മൾക്ക് ടെക്സ്റ്റ് ഫയൽ തുറക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഓപ്പൺ ഫംഗ്ഷന് വേണം. ഒരെണ്ണം അതിൻ്റെ ഫയൽ നെയിം എന്താണ്. ഓക്കെ, രണ്ടാമത്തത് വാട്ട് ഈസ് ഓപ്പണിംഗ് മോഡ്. നമുക്ക് റീഡിംഗ് ആണോ അതോ റൈറ്റിംഗ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ മോഡിൽ നമ്മൾ പറയാം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വി ഹാവ് ടു റെഫർ ദ നോട്ട്. ഇനി ഈ ഓപ്പൺ ഫംഗ്ഷൻ്റെ നമുക്ക് ലെറ്റർ ജനറൽ സിൻടാക്സ് എങ്ങനെയാണ്, ഫയൽ ഒബ്ജക്റ്റ്. നമ്മൾ ഫയൽ അണ്ടർസ്കോർ ഒബ്ജക്റ്റ് എന്നുള്ള ഒരു വേരിയബിളിൻ്റെ പേരിട്ട് കൂട്ടിയാൽ മതി. ഫോർ എക്സാമ്പിൾ ഇറ്റ് കുഡ് ബി എ ഓർ ബി ഓർ യുവർ നെയിം ഈക്വൽ ടു ഓപ്പൺ. ഓക്കെ, ഓപ്പൺ എന്നുള്ള ഫംഗ്ഷനാണ്. ഉള്ളിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, ഫയലിനെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആക്സസ് മോഡ് എന്നുള്ളത് നമ്മൾ ഡബിൾ കോഡ്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ജനറൽ സിൻടാക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫയൽ ഒബ്ജക്റ്റ് എന്നുള്ളത് നേരത്തെ പറഞ്ഞത് മോർ ഓർ ലെസ് ലൈക്ക് വേരിയബിൾ യൂസ് ടു ഓപ്പൺ എ ഫയൽ. ഓക്കെ, പിന്നെന്താ, ഫയൽ നെയിം ഇസ് ദി നെയിം ഓഫ് ദ ഫയൽ വിച്ച് വി വാണ്ട് ടു ആക്സസ്. ഇനി ഫയലിനെ നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്യുക, വിൽ സ്റ്റോർ ഇറ്റ് ആസ് എ സ്ട്രിങ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഓപ്പണിങ്ങിൻ്റെ ബേസിക് ആയിട്ട് കാണാമല്ലേ. നോ ലെറ്റ് us look at the access mode. ആക്സസ് മോഡ് എന്ന് വെച്ചാൽ ഇറ്റ് സ്പെസിഫൈസ് വാട്ട് വി വാണ്ട് ടു ഡു വിത്ത് ദ ഫയൽ. അതായത് റീഡ് ഓപ്പറേഷൻ ആണോ, റൈറ്റ് ആണോ, അപ്പെൻഡിങ് ആണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ആക്സസ് മോഡ് കൊണ്ട് ഉദ്ദേശിക്കണം. അപ്പോൾ ഇതിൽ ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ റീഡിംഗ് മോഡാണ്. കാരണം റീഡിംഗ് മോഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഫയലിന് വ്യത്യാസമൊന്നും വരില്ല. നമുക്ക് ആ ഫയലിലെ കണ്ടൻറ്റുകൾ കാണാൻ മാത്രമേ സാധിക്കുള്ളൂ. ഓക്കെ, അത് റീഡ് ചെയ്യാൻ മാത്രം. Now we can also specify whether the file should be opened in the text mode or binary mode. Okay, അപ്പോൾ ടെക്സ്റ്റ് മോഡിലാണോ ബൈനറി മോഡിലാണോ നമ്മൾ തുറക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ സ്പെസിഫൈ ആണ്. അത് നമ്മൾ നോട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോട്ടിൽ റെഫർ ചെയ്ത് ദെയർ ഇസ് എ ടേബിൾ. ഓക്കെ, ലിസ്റ്റ് ഓഫ് ആക്സസ് മോഡ്സ് ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി ബൈനറി മോഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബൈനറി മോഡിൽ തുറക്കുമ്പോൾ അത് ടെക്സ്റ്റ് ഡാറ്റ ആയിരിക്കില്ല, പകരം എന്തായിരിക്കും, ബൈനറി ഡാറ്റ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരം ഫയലുകൾ നമുക്ക് തുറക്കണമെങ്കിൽ നമുക്കൊരു സ്പെഷ്യലൈസ് പ്രോഗ്രാം ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ ഒരു വീഡിയോ തുറക്കണമെങ്കിൽ ഒരു വീഡിയോ പ്ലെയർ നമുക്ക് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ലെറ്റ്സ് ലുക്ക് അറ്റ് എ ഫ്യൂ എക്സാമ്പിൾസ്. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കുന്ന എഫ് ഈക്വൽ ടു, നമുക്ക് ഏത് മോഡാണ്, ദിസ് ദി പൈത്തൺ ഷെൽ. സോ എഫ് ഈക്വൽ ടു ഓപ്പൺ. ഓക്കെ, ഓപ്പൺ ഫംഗ്ഷൻ ഉള്ളിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു, കോഡ്സിൽ ടെസ്റ്റ് ഡോട്ട് ടെക്സ്റ്റ് TXT എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ഫയലാണ്. അതിൻ്റെ എക്സ്റ്റൻഷനാണ് TXT. അതിൻ്റെ എല്ലാ ഫയലിനും ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവും. ആ എക്സ്റ്റൻഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് തരം ഫയലാണ് മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ JPG. ഓക്കെ, ടെസ്റ്റ് ഡോട്ട് JPG എന്ന് വെച്ചാൽ അതൊരു ഫോട്ടോയാണ്, ഇമേജിനാണ് നമ്മൾ JPG ആയിട്ട് സേവ് ചെയ്യുക. അതല്ല ഒരു വീഡിയോ ആണെങ്കിൽ ചിലപ്പോൾ MP4 എന്നായിരിക്കും നമ്മളതിൻ്റെ ഇതുണ്ടാവുക, എക്സ്റ്റൻഷൻ ഉണ്ടാവുക. MP3 നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, ഇത് ഓഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ടെക്സ്റ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷനാണ് അവസാനത്തെ 3 അക്ഷരങ്ങൾ, ഡോട്ട് ഇട്ടിട്ട് 3 അക്ഷരങ്ങൾ, .txt. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നുണ്ട് ഇറ്റ് ഓപ്പൺസ് ഇൻ R മോഡ്. ഇത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ ആക്സസ് മോഡ് കൊടുത്തിട്ടില്ല. ആക്സസ് മോഡ് കൊടുത്തിട്ടില്ലെങ്കിൽ വി വിൽ സ്റ്റോർ ഇൻ ദി റീഡ് മോഡ്, R മോഡ്. ഓക്കെ, ഇനി ഇത് വേറൊരു മോഡ് ഓഫ് ഓപ്പണിംഗ് ആണ്. ഓപ്പൺ ടെസ്റ്റ് .txt എന്താണ്, W എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓപ്പണിംഗ് ഇൻ ദി റൈറ്റ് മോഡ്. ഓക്കെ, അത് റൈറ്റ് ചെയ്യാനുള്ള മോഡിനാണ് നമ്മൾ റൈറ്റ് മോഡ് നോക്കുക. ഇനി ഇത് അടുത്ത നിങ്ങൾ ഫയൽ ഇതൊന്ന് കമാൻഡ് ശ്രദ്ധിക്കുക. ഓപ്പൺ ഇമേജ് .bmp അല്ലേ, ഇമേജ് .bmp എന്ന് പറയുമ്പോൾ എന്തായി മാറി, അത് ഒരു ഇമേജ് ഫയലാണ്.
.bmp അതിൻ്റെ ഇതാണ് എക്സ്റ്റൻഷനാണ്. BMP ബിറ്റ് മാപ്പ് ഫയലിനാണ് നമ്മൾ BMP സൂചിപ്പിക്കുക. ഇറ്റ്സ് ഓൾസോ എ ഇമേജ് ഫോർമാറ്റ്, ഫോട്ടോ ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ് BMP. ഇതിൽ മോഡ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ RB+ എന്നാണ്. ഇത് റീഡ് ആൻഡ് റൈറ്റ് ഇൻ ബൈനറി മോഡ്, അതാണ് RB+ എന്ന് സൂചിപ്പിക്കുന്നത്. ഇത് നിങ്ങൾ നമ്മുടെ നോട്ടിൽ കൊടുത്തിട്ടുള്ള ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി ഇതിലെ ഏറ്റവും ആദ്യത്തെ F ഓപ്പൺ test.x മാത്രമുള്ള കമാൻഡ് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം? ഓപ്പൺ test.x, R സൂചിപ്പിച്ചില്ലെങ്കിലും ബൈ ഡിഫോൾട്ട് എന്തായിട്ടാണ് നമ്മൾ എന്ത് മോഡിലാണ് ഫയൽ തുറക്കുക? ഇറ്റ് ഓപ്പൺസ് ഇൻ ദി റീഡ് മോഡ്. ഓക്കെ, ഇനി നമുക്ക് കാണാനുള്ളത് വാട്ട് ആർ ഫയൽ അട്രിബ്യൂട്ട്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫയൽ അട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഒരിക്കലും ഫയൽ തുറന്നു കഴിഞ്ഞാൽ once a file is open and a file object is created, information about that file can be obtained by using built-in network. അതായത് ഈ തുറന്ന ഫയലിൻ്റെ പല പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് അപ്പോൾ ഈ ഫയലിൻ്റെ പ്രോപ്പർട്ടീസിനാണ് നമ്മൾ എന്ത് പറയുക? ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ബിൽട്ടിനായിട്ട് നമുക്ക് ഈ ഫയലിന് കുറച്ച് ആട്രിബ്യൂട്ട്സ്, അതായത് അത് എങ്ങനെയാണ്, എന്ത് അവസ്ഥയിലാണ് ഇരിക്കുന്നത്, ക്ലോസ് ആണോ ഓപ്പൺ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുക. ഇനി ബേസിക് ഫയൽ ഒബ്ജക്റ്റ് ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്? ആദ്യം file.closed. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത് ഈ ഫയൽ ക്ലോസ്ഡ് ആണോ അതോ ഓപ്പൺ ആണോ എന്നുള്ളതാണ്. അപ്പോൾ file.closed എന്താണ്? ഇറ്റ് വിൽ റിട്ടേൺ ട്രൂ ഇഫ് ദ ഫയൽ ഈസ് ക്ലോസ്ഡ്, ഇറ്റ് വിൽ അതർവൈസ് റിട്ടേൺ ഫോൾസ്. അതായത് നമ്മളൊരു ഫയൽ ഇപ്പോൾ പൈത്തണിൽ തുറന്നു വെച്ചാൽ അത് ക്ലോസ് ചെയ്തില്ലെങ്കിൽ file.close, ഫോർ എക്സാമ്പിൾ ഫയൽ എന്നുള്ള പേര് നമ്മൾ വെറുതെ കൊടുത്താണ്. ഫോർ എക്സാമ്പിൾ ഇറ്റ് വുഡ് ബി അരുൺ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേരെങ്കിലും അല്ലെങ്കിൽ any variable that stores the file name of the text file, അതിനാണ് നമ്മൾ ഫയലിന് സൂചിപ്പിക്കണം. അത് പേരെന്തോ .close എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുകയാണ് ഈ ഫയൽ മെമ്മറി റാമിൽ കിടപ്പുണ്ടോ ഇല്ലയോ. അപ്പോൾ ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് ഫോൾസ്. അത് ക്ലോസ് ചെയ്തെങ്കിൽ എന്താ? അത് ഇറ്റ് വിൽ റിട്ടേൺ ട്രൂ. പിന്നെന്താ? file.mode. അപ്പോൾ ഇറ്റ് റിട്ടേൺ ദി ആക്സസ് മോഡ് വിത്ത് വിച്ച് ദി ഫയൽ. അപ്പോൾ റീഡ് ആണോ റൈറ്റ് ആണോ എന്നുള്ള കാര്യമാണ് ഫയൽ മോഡ്. അതേപോലെ തന്നെ ഫയൽ നെയിം. അപ്പോൾ നമ്മൾ ഒരു ഫയൽ തുറന്നിട്ടുണ്ട്, അതിൻ്റെ പേര് ഏതാണെന്ന് അറിയാം, ഏത് ഫയലാണ് തുറന്നിടണമെന്ന് അറിയാൻ നമുക്ക് file.name എന്നുള്ള ഉപയോഗിക്കാം? നമ്മുടെ ആട്രിബ്യൂട്ട് ഉപയോഗിക്കാം. Now let us look at a few examples. ഓക്കെ, ആദ്യം നമ്മൾ പറയാണ് ഓപ്പൺ എന്ന് കൊടുത്തിട്ട് നോക്കി. ഈ ഒരു കൊടുത്തേക്കുന്ന ഫോർമാറ്റിംഗ് ഒന്ന് ശ്രദ്ധിക്കുക. ഓപ്പണിന് ശേഷം വെറുതെ ഫയൽ നെയിം അല്ല കൊടുത്തിട്ടില്ല. ഞാൻ പറയുന്നത് E:/python node/testfile.txt എന്ന് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ദാറ്റ് ഈസ് ദി ഫയൽ നെയിം കോമയിട്ടിട്ട് WB, അതായത് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഇത് ആദ്യത്തെ പാർട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, വെറുതെ ഫയൽ നെയിം കൊടുത്തതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പൈത്തൺ എവിടെയാണോ ഇൻസ്റ്റാൾ ആയിട്ടുള്ളത് ആ ഫോൾഡറിൽ മാത്രമേ പൈത്തൺ സെർച്ച് ചെയ്യുള്ളൂ, ഫയലിന് വേണ്ടി സെർച്ച് ചെയ്യുള്ളൂ. ഓക്കെ, അത് പക്ഷേ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്ത ഫോൾഡറിൽ നമ്മുടേതായിട്ടുള്ള ഫയൽസ് സാധാരണ അങ്ങനെ കൊണ്ടിടാറില്ല. കാരണം പൈത്തൻ്റെ എക്സിക്യൂഷന് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയൽസിൻ്റെ ഇടയിൽ നമ്മുടെ ഫയൽ കൊണ്ടിട്ടിട്ട് അവസാനം ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ പൈത്തൻ്റെ ഫയൽസും കൂടെ പോയാൽ ശരിയാവില്ല. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്ത് നോക്കിയേ, നമ്മൾ വേറെ ഒരു ലൊക്കേഷനിൽ എന്നുള്ള ഡ്രൈവിൽ ഞാൻ പൈത്തൺ നോട്ട്സ് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ആ ഫോൾഡറിനകത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്? ടെക്സ്റ്റ് ഫയലിൽ നിന്നൊരു ടെക്സ്റ്റ് ഫയൽ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ ഈ ഫയൽ ഓപ്പൺ ചെയ്യുക. ഇന്നിപ്പോൾ വേറെ ഒരു ലൊക്കേഷനിൽ പൈത്തൺ പൈത്തൻ്റെ ഫോൾഡർ അല്ലെങ്കിൽ പൈത്തൻ്റെ ഫയൽസ് ഇരിക്കുന്ന ലൊക്കേഷനിലല്ല, ഞാൻ എനിക്ക് ആവശ്യമുള്ള ഒരു ലൊക്കേഷനിൽ ഇതുകൊണ്ട് സേവ് ചെയ്തിട്ട് ഈ ഫയൽ കൊണ്ട് സേവ് ചെയ്തിട്ട് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫുൾ പാത്ത് നമ്മൾ കൊടുക്കേണ്ടി വരും. ആ ഫയലിൽ എവിടെയാണ് സൂചിപ്പിക്കുന്നത്, എവിടെയാണ് കിടക്കുന്നുള്ളതിൻ്റെ പാത്ത് നമ്മൾ സൂചിപ്പിക്കേണ്ടത്. അതാണ് കാണിച്ചത്. എന്നുള്ള ഡ്രൈവിലെ പൈത്തൺ എന്നുള്ള നോട്ട്സ് എന്ന ഫോൾഡറിലെ testfile.txt എന്നുള്ള ഫയൽ. ഓക്കെ, ആക്സസ് മോഡാണ് WB. ഇനി നമ്മൾ എന്ത് പറയുന്നത്? printf.name. നോക്കി, എഫ് എന്നുള്ള വേരിയബിളിലാണ് ഞാൻ ഈ പറഞ്ഞ സ്റ്റോർ ചെയ്തേക്കുന്നത്. ഈ പറഞ്ഞ ഓപ്പൺ കമാൻഡ് വെച്ച് ഈ ഫയലിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ f.name എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത് നമ്മുടെ ഷെല്ലാണ്, നമുക്ക് എന്ത് തരും? നമുക്കതിൻ്റെ ഔട്ട്പുട്ട് നേരിട്ട് തരികയാണ്. അപ്പോൾ ഈ പൈത്തൺ നോഡ് testfile.txt. ഓക്കെ, കാരണം ഇത് വേറെ ഒരു സ്ഥലത്താണ് സ്റ്റോർ ചെയ്തത്, അപ്പോൾ അതിൻ്റെ ഫുൾ അഡ്രസ്സ് നമുക്ക് തരും. ഇനി നമ്മൾ ചോദിക്കുകയാണ് printf.closed എന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കുകയാണ് ഈസ് ദിസ് ഫയൽ ക്ലോസ്? എഫ് എന്നുള്ള ഈ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന ഈ ഫയൽ ക്ലോസ്ഡ് ആണോ അല്ലയോ? അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താ നമ്മൾ തുറന്ന് വെച്ചിരിക്കുക അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് തരുള്ളൂ? ഇത് ഫോൾസ് എന്ന് തരും.
ഓക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ക്ലോസ്ഡ്, ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ അത് ഫോൾസ് ആണ്, കാരണം ദ ഫയൽ ഈസ് ഓപ്പൺ. ഓക്കെ, ഇനി നമ്മൾ ചോദിക്കേണ്ടത് പ്രിൻറ്റ് എഫ് ഡോട്ട് മോഡ്, അതായത് ഏത് മോഡിലാണിത് തുറന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മോഡാണ് WB. ഓക്കെ, ഇനി നമ്മൾ എന്ത് പറയുന്നു, എഫ് ഡോട്ട് ക്ലോസ് നമ്മളൊരു കമാൻഡ് ഉപയോഗിക്കും. ഇത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ആ ഫയൽ ക്ലോസ് ചെയ്തു, അത് അതിൻ്റെ കമാൻഡാണ് ക്ലോസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഷെല്ലിലായ കാരണം അത് ഇമീഡിയറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. പിന്നത്തെ എന്താ, പ്രിൻറ്റ് എഫ് ഡോട്ട് ക്ലോസ്ഡ്, അത് ഇത് ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്നു. നമ്മളിപ്പോൾ തന്നെ ക്ലോസ് ചെയ്തുള്ളൂ, അപ്പോൾ നമ്മൾ ഈ ഒരു കമാൻഡിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ട്രൂ ആയിരിക്കും, കാരണം നമ്മൾ ഈ ഫയൽ ക്ലോസ് ചെയ്തു. എങ്ങനെ ക്ലോസ് ചെയ്തു, ക്ലോസ് എന്നുള്ള ഫംഗ്ഷൻ വെച്ച് അല്ലെങ്കിൽ മെത്തഡ് വെച്ച് നമ്മളത് ക്ലോസ് ചെയ്തു. സോ നൗ ദ ഫയൽ ഈസ് ക്ലോസ്ഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എഫ് ഡോട്ട് ക്ലോസിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ കണ്ട ക്ലോസിങ് എ ഫയലിൻ്റെ കാര്യമാണ്. നമ്മൾക്ക് ആവശ്യം കഴിഞ്ഞാൽ, റീഡിങ് റൈറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, വി ഹാവ് ടു ക്ലോസ് ദ ഫയൽ. നമ്മൾ ഇതിൻ്റെ കാര്യം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇറ്റ് ഈസ് ടു റിലീസ് ദ റാം, അല്ലേ. നമ്മൾ ഓരോ പ്രോഗ്രാം തുറക്കുമ്പോൾ ആ പ്രോഗ്രാം മുഴുവൻ റാമിലാണ് കയറി കിടക്കുക. അങ്ങനെ കയറി കിടന്ന പ്രോഗ്രാം റാമിൽ നിന്ന് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് ക്ലോസ് ചെയ്യുക. ഓക്കെ, ദ ക്ലോസിങ് ഓഫ് എ ഫയൽ ഇസ് ഡൺ വിത്ത് എ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ക്ലോസ്. നമ്മൾ ഇപ്പോൾ തന്നെ ഉപയോഗിച്ചുള്ളത്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്ന് നോക്കിയേ. നമ്മളിപ്പോൾ തന്നെ ഉപയോഗിച്ചു ഫയൽ ഒബ്ജക്റ്റ് ഡോട്ട് ക്ലോസ്, അല്ലേ. ഫയൽ ഒബ്ജക്റ്റിന് പകരമാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്, എഫ് എന്നുള്ള ഇത് ഉപയോഗിക്കുക. കാരണം എഫിലാണ് നമ്മൾ നേരത്തെ ടെസ്റ്റ് ഫയൽ ഡോട്ട് ടെക്സ്റ്റ് എന്നുള്ള ആ ഒരു ഫയൽ തുറന്നത്. ഓക്കെ, ആ ഫയൽ ഒബ്ജക്റ്റ് ഡോട്ട് ക്ലോസ്, ഡോട്ടിന് ശേഷമാണ് ക്ലോസ് എന്നുള്ള ഫംഗ്ഷൻ വരിക. ഓക്കെ, എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്, എന്നാലും ഒരെണ്ണം കൊടുക്കുകയാണ്. നേരത്തെ ഇതുപോലെ ഓപ്പൺ ഒരു ഫയൽ ഓപ്പൺ ചെയ്തു, ടെസ്റ്റ് ഫയൽ ഡോട്ട് ടെക്സ്റ്റ് എന്നുള്ള ഫയൽ ഓപ്പൺ ആക്കി കിടക്കുകയാണ്. എന്നിട്ട് നമ്മൾ അപ്പോൾ തന്നെ എന്ത് ചെയ്തു, എഫ് ഡോട്ട് ക്ലോസ്. അപ്പോൾ നമ്മൾ ആ ഫയൽ ക്ലോസ് ചെയ്തു. അപ്പോൾ എന്നിട്ട് നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇനി എഫ് ഡോട്ട് ക്ലോസ് നമ്മൾ ഉപയോഗിച്ചു. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ എന്താണ് അതിൻ്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് എഫ് ഡോട്ട് ക്ലോസ്ഡ് എന്നുള്ള കാര്യം എന്നുള്ള കമാൻഡ് ഉപയോഗിച്ചാൽ നമുക്ക് ട്രൂ എന്ന് കിട്ടും. അത് നേരത്തെ നമ്മൾ കാണുകയും ചെയ്തു. ഓക്കെ, ഇനി അടുത്തതാണ് ദ വിത്ത് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് നിങ്ങളെ നോട്ടിൽ നോക്കുക, കാരണം എന്താ വെച്ചാൽ എല്ലാം കൂടെ ഡിസ്കസ് ചെയ്യാൻ നേരെ ഇനി നമുക്കില്ല. ഓക്കെ, അപ്പോൾ ഈ വിത്ത് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ നോട്ടിൽ കിട്ടുമ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് റെഫർ ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത പാർട്ടാണ്, നമുക്കൊരു എക്സ്റ്റേണൽ ഫയൽ തന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ആദ്യം നിന്നുള്ള ഡാറ്റ നമുക്ക് റീഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ടു റീഡ് ഇൻഫർമേഷൻ ഫ്രം എ ഫയൽ വി മസ്റ്റ് ഓപ്പൺ ദ ഫയൽ ഇൻ ദ റീഡ് മോഡ്. ആർ മോഡിൽ നമ്മൾ ഓപ്പൺ ചെയ്യണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, റീഡ് എന്നുള്ളൊരു മെത്തേഡ് എന്നാണ് നമ്മൾ പറയുന്നത്, ഫംഗ്ഷൻ അല്ല മെത്തേഡ് എന്നാണ്, ശരിക്കും ഫംഗ്ഷൻ പോലെ തന്നെ. ഓക്കെ, യു ക്യാൻ യൂസ് ദ റീഡ് എൻ മെത്തേഡ് ടു റീഡ് ദ ഡാറ്റ അപ് ടു ദ nth ബൈറ്റ്. ഓക്കെ, ഇഫ് n is not provided it will read up to the end of the file. അപ്പോൾ നമ്മൾ വെറുതെ റീഡിന് മാത്രം കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ റീഡ് ദ എൻറ്റയർ കണ്ടൻറ്റ് ഓഫ് ദി ടെക്സ്റ്റ് ഫയൽ. ഓർക്കുക, ടെക്സ്റ്റ് ഫയലിൻ്റെ കാര്യമാണ്. നമുക്ക് ടെക്സ്റ്റ് ഫയലിലെ കണ്ടൻറ്റ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, റീഡ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇനി ദ റീഡ് മെത്തേഡ് എനേബിൾസ് us to read the strings from an open file. ഇത് ഓർക്കുക, നമുക്ക് സ്ട്രിങ്ങേ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ബൈനറി ഡാറ്റ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം അത് റീഡ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ സിൻടാക്സ് നമുക്കൊന്ന് നോക്കാം. ഫയൽ ഒബ്ജക്റ്റ് ഡോട്ട് റീഡ് ബ്രാക്കറ്റിൽ n. അപ്പോൾ അതിനർത്ഥം എന്താ, നമ്മൾ ഫയൽ ഒബ്ജക്റ്റ് എന്നുള്ള ഈ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന ഫയലിൻ്റെ ആദ്യത്തെ n ബൈറ്റ്സ് റീഡ് ചെയ്യുക എന്നാണ് അതിൻ്റെ മീനിങ്. n gives a number of bytes to be read from an open file. അപ്പോൾ അത് ബിഗിനിങ്ങിൽ നിന്ന് തുടങ്ങി അവിടെ വരെ റീഡ് ചെയ്യും, nth ബൈറ്റ് വരെ അത് റീഡ് ചെയ്യും. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ n കമ്പൽസറി അല്ല, n കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും, മുഴുവൻ അങ്ങ് റീഡ് ചെയ്യും. നിങ്ങൾക്ക് എൻ്റെ എക്സാമ്പിൾ നോക്കാം. നമ്മൾ നേരത്തെ ഇതുപോലെ ടെക്സ്റ്റ് ഫയൽ തുറക്കുകയാണ്, ഈ പൈത്തൺ ടെക്സ്റ്റ് ഫയൽ ഡോട്ട് ടെക്സ്റ്റ്, എന്നിട്ട് ആർ മോഡിൽ, അതായത് റീഡ് മോഡിൽ നമ്മൾ തുറക്കുന്നു. ഇതിലെന്താ കിടക്കണമെന്ന് വെച്ചാൽ ഡാറ്റ, നമ്മൾ ഇതൊരു ടെക്സ്റ്റ് ഫയലാണ്. ഈ ടെക്സ്റ്റ് ഫയലല്ല, ഡാറ്റ ഇൻ ലൈൻ 1, അടുത്ത ലൈനിൽ ഡാറ്റ ഇൻ ലൈൻ 2, ഡാറ്റ ഇൻ ലൈൻ 3, ഡാറ്റ ഇൻ ലൈൻ 4 എന്ന 4 സെൻറ്റൻസസ് ആണുള്ളത്. ആദ്യത്തെ സെൻറ്റൻസ് ഡാറ്റ ഇൻ ലൈൻ 1, രണ്ടാമത്തെ ഡാറ്റ ഇൻ ലൈൻ 2, മൂന്നാമത്തെ ഡാറ്റ 3 ഇൻ ലൈൻ 3, നാലാമത്തെ ഡാറ്റ 4 ഇൻ ലൈൻ 4. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 സെൻറ്റൻസസ് ആണ് ആ ഫയലിലുള്ളൂ. അപ്പോൾ നമ്മൾ പറയുകയാണ് എഫ് ഡോട്ട് റീഡ് എന്ന ബ്രാക്കറ്റിൽ 7 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 7 ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താ ഡാറ്റ ഇൻ, കാരണം DATA 4 സ്പേസ് 5 IN, ഐയും എന്നും 6ഉം 7. അപ്പോൾ എന്തായി, ആദ്യത്തെ 7 ക്യാരക്ടേഴ്സ് റീഡ് ചെയ്തു. നമ്മൾ പിന്നെയും കമാൻഡ് കൊടുക്കണം എഫ് ഡോട്ട് റീഡ് 6. അതാ ഇനി എന്താ വെച്ചാൽ രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് വെച്ചാൽ എവിടെയാണോ നിർത്തിയത് അവിടുന്ന് അടുത്ത 6 ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യും. അപ്പോൾ നോക്കിയേ, ലൈൻ, കാരണം അപ്പുറം ഇപ്പുറം സ്പേസ്, ഡാറ്റ ഇന്ന് വരെ നിർത്തിയത്, ഇനി ഡാറ്റ ഇന്നതിന് ശേഷം ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ സ്പേസ് 1 ആയിട്ട് എണ്ണി, LINE, അപ്പോൾ 4 സ്പേസ് ചേർക്കുമ്പോൾ 5,
പിന്നെ ലൈൻ എന്നുള്ള വാക്കിന് ശേഷം ഒരു സ്പേസ് ഉണ്ട്, അത് 6. അപ്പോൾ സ്പേസ് ലൈൻ സ്പേസ്, അതാണ് നമുക്ക് ഔട്ട്പുട്ട്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് f.read. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ട എന്താ നമ്പറൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എന്ത് ചെയ്യും, അത് അവസാനം വരെ റീഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഇതാണ്. ഡാറ്റ ഇൻ ലൈൻ വരെ നമ്മൾ റീഡ് ചെയ്തു. ലൈൻ 1 അതിൻ്റെ 1 ആണ് ഏറ്റവും അധികം കിടക്കുന്നത്. പിന്നെ /n, സ്ലാഷ് എന്ന് വെച്ചാൽ എന്താ, അടുത്ത ലൈനാണ്. പിന്നെ ഡാറ്റ ഇൻ ദ ലൈൻ 2, അടുത്ത ലൈൻ ഡാറ്റ ഇൻ ദ ലൈൻ 3, അടുത്ത ലൈൻ ഡാറ്റ ഇൻ ദ ലൈൻ 4. അപ്പോൾ ഈ ഡാറ്റ ഇൻ ദ ലൈൻ 1, ഡാറ്റ ഇൻ ദ ലൈൻ 2, ഡാറ്റ ഇൻ ദ ലൈൻ 3, ഡാറ്റ ഇൻ ദ ലൈൻ 4 4 സെൻറ്റൻസാണ് ആ ടെക്സ്റ്റ് ഫയൽ ആകെ കൂടി ഉള്ളൂ. ഓക്കെ, അത് നമുക്കിപ്പോൾ റീഡ് ചെയ്യാം. നോക്കി, ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് പൈത്തൻ്റെ ഒരു സോഴ്സ് കോഡല്ല, പൈത്തൺ ഫയൽ അത് നമ്മുടെ ടെക്സ്റ്റ് ഫയലാണ് തുറന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫയൽ ഓപ്പൺ ചെയ്ത് അതിലത്തെ കണ്ടൻറ്റ് റീഡ് ചെയ്യാനുള്ളൊരു എക്സാമ്പിൾ. ഇനി നമ്മൾ ഇനിയും പറയണം, ഒരു f.readും കൂടെ കൊടുത്തു. അപ്പോൾ അത് ഒന്ന് റിട്ടേൺ, കാരണം ഫയലിൻ്റെ അവസാനം വരെ നമ്മൾ റീഡ് ചെയ്തു. ആ സ്ഥിതിക്ക് നമുക്ക് ഔട്ട്പുട്ട് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്തു, നമ്മളെപ്പോഴും നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്ത് അത് ക്ലോസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, f.close കൊടുത്തു. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ റീഡ് ചെയ്യുന്ന കാര്യം. ഇനി ഇതേപോലെ തന്നെയാണ് എന്ത് റൈറ്റിംഗ് ടു എ ഫയൽ. ആഫ്റ്റർ ഓപ്പണിംഗ് എ ഫയൽ വി ക്യാൻ പെർഫോം ദി റൈറ്റ് ഓപ്പറേഷൻ. അല്ലേ, നമുക്ക് വെറുതെ റീഡ് ചെയ്യാനല്ല, ചിലപ്പോൾ നമുക്ക് അതിൽ ഡാറ്റ എഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് റൈറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ റൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഓപ്പൺ യൂസിങ് ദി W മോഡ്, ആക്സസ് മോഡ് W ആക്കണം, അല്ലെങ്കിൽ A എന്നുള്ള മോഡാക്കണം. ഇനി റൈറ്റ് എനേബിൾ, റൈറ്റ് ചെയ്യാവുന്ന ഏതെങ്കിലും ഒരു മോഡിൽ നമ്മൾ തുറക്കണം. ഇതിൽ നമ്മൾ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ റൈറ്റ് മോഡിൽ നമ്മൾ തുറന്നു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഓവർ റൈറ്റിംഗ് നടക്കും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ എനിക്ക് വേണ്ട ഡാറ്റ ഞാനൊരു ഫയലിൽ അടിച്ച് കയറ്റി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് വേറെ ഫയലായിരുന്നു തുറക്കേണ്ടിയിരുന്നത്. പക്ഷേ പിന്നെ ഒരു അവസരമില്ല, കാരണം ആ ഡാറ്റ എന്താണോ ഉള്ളത് അതിനെ മുഴുവൻ ഓവർ റൈറ്റ് ചെയ്ത് തുടങ്ങി. ഓക്കെ, അപ്പോൾ വി ഷുഡ് ബി കെയർഫുൾ വെൻ യൂസിങ് ദി W മോഡ്, ബിക്കോസ് ഇൻ ദിസ് മോഡ് വി മേ ഓവർ റൈറ്റ് ദ ഡാറ്റ ഇൻ ദ ഫയൽ. ഓക്കെ, ഇനി എങ്ങനെയാണ് റൈറ്റ് ചെയ്യാൻ പറ്റുക? റൈറ്റ് മെത്തേഡ് എനേബിൾസ് us to റൈറ്റ് എനി സ്ട്രിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ റീഡ് പോലെ തന്നെ റൈറ്റ്. ഓക്കെ, സിൻടാക്സ് എങ്ങനെയാണ്, ഫയൽ ഓബ്ജക്റ്റ് ഡോട്ട് റൈറ്റ്. ബ്രാക്കറ്റിനകത്ത് നമുക്ക് എന്താണോ അതിലേക്ക് റൈറ്റ് ചെയ്യേണ്ടത് ഇതാണ് നമ്മൾ സ്ട്രിങ് എന്ന് കാണിച്ചിട്ടില്ല. സ്ട്രിങ് എന്ന് വെച്ചാൽ അറിയാലോ, ഒരു സെൻറ്റൻസോ വാക്കോ എന്തെങ്കിലും ആയിരിക്കും. എന്താണോ റൈറ്റ് ചെയ്യേണ്ടത് അതിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് കാണിച്ചത്. അപ്പോൾ f.write എന്നാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രിങ് ഈസ് എ ഇൻഫർമേഷൻ ദാറ്റ് വി നീഡ് ടു റൈറ്റ് ടു എ ഫയൽ ഈസ് പാസ്ഡ് ആസ് എ പാരാമീറ്റർ. അല്ലേ, റൈറ്റ് എന്നുള്ള മെത്തേഡിൻ്റെ ഒരു ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ പാരാമീറ്ററോ ആയിട്ടാണ് നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് കൊടുക്കുക. ഓക്കെ, ഇനി ടെക്സ്റ്റ് ലുക്ക് ആൻഡ് എക്സാമ്പിൾ നേരത്തെ ചെയ്തതുപോലെ ടെസ്റ്റ് ഫയൽ ഡോട്ട് ടെക്സ്റ്റ്. ഇതിൽ എന്തുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്, ഡാറ്റ ഇൻ ലൈൻ 1, ഡാറ്റ ഇൻ ദ ലൈൻ 2, ഡാറ്റ ഇൻ ദ ലൈൻ 3, ഡാറ്റ ഇൻ ദ ലൈൻ 4. ഇങ്ങനെയുള്ളൊരു ടെക്സ്റ്റ് ഫയൽ നമ്മൾ തുറക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ പറയാണ് f.write. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇനി ആ ബ്രാക്കറ്റിനകത്ത് എന്താണോ ഉള്ളത് അത് അതിലേക്ക് റൈറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ പറയാണ് റൈറ്റിംഗ് ടു ദ ഫയൽ ലൈൻ 01/n, ഒറ്റ ലൈൻ അടിച്ച് കയറ്റുന്നു. ഓക്കെ, അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതങ്ങ് ക്ലോസ് ചെയ്യുന്നു, f.close. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത് നോക്കിയത്, എക്സാമ്പിൾ ക്രിയേറ്റ്സ് എ ഫയൽ നെയിം ടെസ്റ്റ് ഫയൽ .txt ഇഫ് ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫയൽ അത് ക്രിയേറ്റ് ചെയ്യും. ഉണ്ടെങ്കിലോ ഇറ്റ് വിൽ ഓവർ റൈറ്റ് ദ ഫയൽ ഇഫ് ദി ഫയൽ എക്സിസ്റ്റ്. നമ്മൾ ടെസ്റ്റ് ഫയൽ .txt എന്നൊരു ഫയൽ നമ്മളവിടെ എന്താണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ സേവ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തത് ആ ടെസ്റ്റ് ഫയൽ .txtൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ എടുത്ത് കളഞ്ഞിട്ട് ഈ റൈറ്റ് ഓപ്പറേഷനിൽ എന്താണോ അങ്ങോട്ട് എഴുതിയത് അത് മാത്രം സ്റ്റോർ ചെയ്യുക. ഓക്കെ, പിന്നെ ഔട്ട്പുട്ട് എന്താ നോക്കിയേ, റൈറ്റിംഗ് ടു ദ ഫയൽ ലൈൻ 01 അല്ലേ നമ്മൾ കൊടുത്തേ. അപ്പോൾ നോക്കിയേ, ദ ഔട്ട്പുട്ട് ഹാസ് ഓൺലി 1 ലൈൻ. ഇറ്റ് ഹാസ് റീപ്ലേസ് ഒറിജിനൽ ടെസ്റ്റ് ഫയൽ .txt ഫയൽ വിച്ച് ഹാഡ് 4 ലൈൻസ് അല്ലേ. നേരത്തെ നമ്മൾ ഡാറ്റ ഇൻ ലൈൻ 1, ഡാറ്റ ഇൻ ലൈൻ 2, ഡാറ്റ ഇൻ ലൈൻ 3 അതൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ഒരൊറ്റ കാര്യം മാത്രം അല്ലേ. അപ്പോൾ ആ പറഞ്ഞ റൈറ്റ് എന്നുള്ള കമാൻഡ് നമുക്ക് എന്താണോ അതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ടുള്ളത് അത് മാത്രമേ ഇപ്പോൾ അതിൽ സ്റ്റോർഡ് ആയിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇത് കൂടാതെ നമുക്ക് വേറെ ഫയൽ ഓപ്പറേഷൻസ് ഉണ്ട്. വി ക്യാൻ അപ്പൻഡ് ഇൻഫർമേഷൻ, റീനെയിം ഓർ ഡിലീറ്റ് ഫയൽ. ഓക്കെ, ഇൻഫർമേഷൻ അപ്പൻഡ് ചെയ്താൽ നമുക്ക് റീപ്ലേസിങ് ഉണ്ടാവില്ല, നമ്മുടെ ഇൻഫർമേഷൻ ജസ്റ്റ് അവസാനം ആഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയാണ് നമുക്ക് ഫയൽ ഓപ്പറേഷൻസിൻ്റെ കാര്യത്തിൽ കാണാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളത് നമ്മുടെ ഒരേ ഒരു ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് യുവർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഓക്കെ, അപ്പോൾ നമ്മളത് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.